പെട്ടി തുറക്കുമ്പോൾ ആര് പൊട്ടും എന്ന് നോക്കി കേരളം ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. മൂന്നാം ഊഴത്തിന് പിണറായിയും കേരളം തിരിച്ചു പിടിക്കാൻ UDFും കട്ടക്കിറങ്ങി പണിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇവിടെ സകല മന്ത്രിമാരും അവരുടെ വികസനത്തെ എണ്ണിപ്പറഞ്ഞ് വണ്ണം കൂട്ടിക്കാണിച്ച് റോഡ് ഷോ വരെ നടത്തിയതായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ PR വർക്ക് അല്ലാതെ മറ്റൊന്നുമല്ല ഇത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ മന്ത്രി റിയാസും കായിക മന്ത്രിയായ അബ്ദുറഹ്മാനും ഒക്കെ കഴിഞ്ഞ 5 വർഷം കാണിച്ചു കൂട്ടിയതൊക്കെ മറനീക്കി പുറത്തു വരുമ്പോൾ ഇവരടക്കം ഭൂരിപക്ഷം മന്ത്രിമാരും തോൽക്കുമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന വികസനങ്ങളൊക്കെ വെറും ഗീർവാണങ്ങളായിരുന്നു എന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പുറത്തു വരുന്ന വാർത്തകൾ അടിവരയിടുകയുമാണ്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കായിക മന്ത്രി V അബ്ദുറഹ്മാനും ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ തെളിയിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ കാര്യമെടുത്താൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ടാറിംഗ് മാത്രം നടത്തി മന്ത്രി റിയാസ് വലിയൊരു റോഡ് ഷോ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് സ്ത്രീകൾ കൂകി വിളിച്ചതൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഇന്ന് ആ റോഡിന്റെ അവസ്ഥ എന്താണ്? റോഡിന്റെ പണി ഒച്ച ഇഴയുന്ന വേഗത്തിലാണ് നടക്കുന്നത്. ഓടകൾക്ക് സ്ലാബില്ല, സീബ്ര ലൈനുകളില്ല, സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ഉദ്ഘാടനത്തിന് കാണിച്ച ആവേശം ഇപ്പോൾ എവിടെ പോയി? വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിച്ച് ഉദ്ഘാടനം നടത്തിയവർ ഇന്ന് കരാറുകാരൻ തൊഴിലാളികളെ മാറ്റിയപ്പോൾ മിണ്ടാതിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന ഇത്തരം വികസന നാടകങ്ങൾക്കെതിരെ വലിയ ജനരോഷം തന്നെ ഉയരുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്തെ കായിക ഭവന്റെ കാര്യത്തിലും കാണുന്നത്. കായിക മന്ത്രി V അബ്ദുറഹിമാൻ വലിയ അവകാശവാദങ്ങളോട് ഉദ്ഘാടനം ചെയ്ത് 7 നിലകളുള്ള ആധുനിക കെട്ടിടം ഇന്ന് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും അവിടെ ഒരു ഓഫീസ് നിലയോ ഒന്നും പ്രവർത്തനക്ഷമമായിട്ടില്ല. വെറും 3 നിലകളുടെ പണി മാത്രം ഭാഗികമായി തീർന്ന കെട്ടിടമാണ്. ഫർണിഷിംഗ് മാത്രം ഇനി ബാക്കിയുള്ളൂ എന്ന് കള്ളം പറഞ്ഞ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ച പണി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെയും വികസനത്തിന്റെയും പേരിൽ വോട്ട് ചോദിച്ചവർ നടത്തിയ ഈ വഞ്ചനയുടെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ മന്ത്രിമാരടക്കമുള്ളവർ വലിയ പരാജയം ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. PR വർക്കുകൾ കൊണ്ട് വികസനം ഉണ്ടാക്കി എന്ന് വരുത്തി തീർക്കാൻ നോക്കിയ സർക്കാരിന് മെയ് 4 ഫലം വരുന്നത് വരെ മാത്രമേ ആയുസ് ഉണ്ടാകൂ എന്ന് ഉറപ്പാണ്. ജനങ്ങളെ കബളിപ്പിച്ച ഇത്തരം വികസന മാതൃകകൾ കേരളം തിരസ്കരിക്കാൻ പോകുകയാണ് എന്ന് ചുരുക്കം.